എന്റെ പൊന്ന് സിനിമയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ചേട്ടൻ മോക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ടാറ്റടാങ്. ഹായ് വൾഗർ. അതെന്താ? അല്ല ബർഗർ. കഴിച്ച സൂപ്പറാ മോളെ, അടിപൊളിയാണ്, സൂപ്പർ. സത്യം പറ, ഇത് ആര് കഴിച്ചതിന്റെ ബാക്കിയായത്? ഇത് ഏതവള് കടിച്ചതിന്റെ ബാക്കിയാന്ന്? സിനി, നീ കണ്ണി ചോരാതെ ഇങ്ങനെ സംസാരിക്കരുത്. നീ മേലെ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. ഇല്ല, എനിക്ക് നിങ്ങൾ തീരെ വിശ്വാസമില്ല. നോക്കട്ടെ, നീ എന്ത് കാണിക്കുന്നത്? ഏതവളാണെങ്കിൽ ഈ ബർഗർ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോളത്തൊന്ന് ചാരുമല്ലോ. അവളുടെ മുടി ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്ക് നോക്ക്, നീ നോക്ക് കേട്ടാ. ഇല്ലല്ലോ. ഞാൻ ഈ ബർഗർ ഞാൻ ഈ മേശപ്പുറത്ത് കൊണ്ട് വെച്ചാണ്. എന്നാ നിങ്ങൾ അച്ഛനെടുത്ത് കടിച്ചിട്ടുണ്ടാവും. അതാണല്ലോ ഇവിടുത്തെ ആർത്തി പണ്ടാരം. കടിയുടെ ആഴവും പല്ലിന്റെ ഇവിടെയും വെച്ചിട്ട് എന്തായാലും ഇത് അച്ഛൻ കടിച്ചതല്ല. പിന്നെ ഇത് ആര് കടിച്ചതാ? എന്റെ പൊന്നു മോളെ, ഇവിടുത്തെ എലിയില്ലേ, നമ്മളിവിടെ ശല്യപ്പെടുത്തുന്ന എലി, ആ പാവപ്പെട്ട എലി വിശന്നപ്പെടുത്ത. ഞാനൊരു കാര്യം പറയാം. ഒന്നല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എലി, ആരെങ്കിലും ഒരാളെ വീട്ടിലുണ്ടാവും. എന്റെ ദൈവമേ ചേട്ടാ, ആരല്ല ഇവിടുത്തെ എന്ത് ഉമ്മരല്ലേ? ഉമ്മ തരാനല്ല, ആ സോഫയുടെ മറയത്തെ എന്തോ ഒരു അനക്കം. ചിലപ്പോ എലിയായിരിക്കും. ആ നാശത്തിന് ഞാൻ തല്ലിക്കൊല്ലും. വേണ്ട സിനി, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് ഒരു മിണ്ടാപ്രാണി ഉപദ്രവിക്കരുത്, അത് ദോഷമാണ്. നിങ്ങളുടെ ഒരു സെന്റിമെന്റ്സ് മാറി ചേട്ടാ. ഈ നാശത്തിന് തല്ലിക്കൊല്ലും. അയ്യോ അയ്യോ അയ്യോ, അച്ഛൻ അച്ഛൻ. എന്റെ മുതു അടിച്ച് തിരുനക്കര മൈതാനം പോലെ ആക്കിയേ. അച്ഛൻ സോഫയുടെ പുറമെ പോയിരുന്നേ. ഞാൻ അവിടെ ഇരുന്നപ്പോ എനിക്ക് വിശന്നു. ഞാൻ ചുമ്മാ നടന്നു വന്നപ്പം സോഫയുടെ പിന്നിൽ 2 കഷ്ണം തേങ്ങാപ്പൂള് കിടക്കുന്ന കണ്ടു. അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അടിച്ച് പൊളിച്ച് കളഞ്ഞില്ലേ. അച്ഛൻ എന്തിനാ തേങ്ങയൊക്കെ എടുക്കാൻ പോയത്? അത് ഞാൻ എലിനെ ഓടിക്കാൻ വെച്ചല്ലേ. നീ എലിനെ ഓടിക്കണമെങ്കിൽ ഡയറക്ടർ അനൂദിനോട് പറയണം, അല്ലാതെ എന്റെ മുതു അടിച്ച് പൊളിക്കരുത്. അയ്യോ അച്ഛൻ എലിനെ അല്ല, എലി എലി. എടാ, എലിയെ ഓടിക്കാൻ എന്തൊക്കെയാ കൊടുക്കുന്നതെന്ന് അറിയാമോ? വാഴക്കപ്പം, പരിപ്പോട, ഉഴുന്നുവട, തേങ്ങാപ്പൂള്. ബാക്കി ഒരുത്തർ ഇവിടെ പട്ടിണിയാ പട്ടിണി. എന്റെ സിനി, നീ ഈ സാധനങ്ങളൊന്നും എലിക്ക് കൊടുത്തോണ്ട് എലി ഇവിടുന്ന് പോകത്തില്ല. നീ ഒരാഴ്ച എലി ഒന്ന് പട്ടിണി കിട്ടുമോക്ക്. ആഹാരം കിട്ടാതാവുമ്പോഴേ അത് വിശന്ന് തന്നെ അങ്ങ് വെക്കോടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്നെ പോണം. അച്ഛൻ എലിയാണോ? അല്ല, ഇതെന്റെ കലി. അച്ഛൻ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? ഓ, ഇവിടെ വായു ഭക്ഷണമാണല്ലോ. അച്ഛൻ അങ്ങനെ പറയരുത് കേട്ടോ, കളിയാക്കിയൊന്നും വേണ്ട. വായു ഭക്ഷണോ? അച്ഛൻ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയും കൂടെ കഴിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടേ. കഴിച്ചോ? ഉച്ചക്ക് ചോറും പരിപ്പാറും കഴിച്ചു. വൈകിട്ട് ചായയുടെ കൂടെ ഉരുളക്കിഴങ്ങിന്റെ ബജ്ജി കഴിച്ചായിരുന്ന? കഴിച്ചു. എന്നിട്ടാണോ അച്ഛാ വായു ഭക്ഷണം മാത്രം കഴിച്ചെന്ന് പറയുന്നത്? ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം വായു ഉണ്ടാക്കുന്ന സാധനമല്ലേ? എവളിതെനിക്ക് തരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതെല്ലാം കൂടി ഞാൻ കഴിക്കുമ്പോ എനിക്ക് അടിവയറ്റുന്നൊരു വായു മേളിലോട്ട് വന്ന് നെഞ്ചിൽ വിലങ്ങി നിൽക്കും. ഞാനങ്ങ് മേളിലോട്ട് പോകും. എന്നെ കൊല്ലാനുള്ള പരിപാടിയാ. അത് നടക്കത്തില്ല മോളെ. ഒരു സൈഡ് എലിയെ കൊണ്ടുള്ള പ്രശ്നം, ഒരു സൈഡ് അച്ഛനെ കൊണ്ടുള്ള പ്രശ്നം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അച്ഛാ, നിങ്ങൾ രണ്ടുപേരും കൊല്ലേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആ എലി ഓടിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തത്. എന്താണെങ്കിലും ഇന്ന് എലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. പോക്കുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 5-8 കൊല്ലമായി. ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അച്ഛാ, എന്നെ ചുമ്മാ അങ്ങനെ വിഷമിപ്പിക്കരുത്. അച്ഛൻ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. അച്ഛനറിയാലോ, കല്യാണത്തിന് ആദ്യ രാത്രിക്ക് ഞാൻ സിനി എടുത്ത് കട്ടിലിൽ ഇരുന്നപ്പോഴേ സിനിക്ക് ഞാൻ ഉമ്മ കൊടുക്കാൻ ചെന്ന്. അപ്പോ ആ എലി എന്റെ മുമ്പിൽ കൂടെ വന്ന് എന്റെ ഉമ്മയെ മേടിച്ചോണ്ട് ഒറ്റ ചാട്ടം. അതറിയോ അച്ഛന്? എന്നാള് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഞാനൊരു ചോക്ലേറ്റിന്റെ വായി വെച്ചിട്ട് സിനിക്ക് കൊടുക്കാനായിട്ടാണ് സിനി എന്നാ കടിച്ചോ സിനി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ കണ്ണടച്ചതുകൊണ്ട് കടിച്ചോണ്ടിടത്തോണ്ട് പോയി. സിനിയാ? നീ അല്ല, എലി. എലി ഒരു മിണ്ടാപ്രാണിയാണ്. മിണ്ടാപ്രാണിയാണ്. എലി മാത്രം മിണ്ടാപ്രാണി. ബാക്കി മൃഗങ്ങളൊക്കെ സപ്തസ്വരങ്ങൾ പാടുന്നവരല്ലേ? അച്ഛന്റെ പ്രശ്നം ഇപ്പൊ എന്താ? അച്ഛന് 2 പ്രശ്നമേ ഉള്ളൂ. ഒന്ന് എലിയും, ഒന്ന് വേച്ചാപ്പും. നമുക്കൊരു പൂച്ച വളർത്തിയാലാ? എന്തിനടാ? 10-15 കൊല്ലായിട്ട് ഞാനിവിടെ ഒരു പോത്തിനെ വളർത്തുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ അതിനെ കാണാൻ എന്റെ സ്വഭാവം എടി, നീ കഴിഞ്ഞ ആഴ്ച തന്ന ആ വിഷമില്ല എലീനെ കൊല്ലാനുള്ളത്. അത് ഇന്നാടി എനിക്ക് കേക്കിൽ വെക്കാൻ നേരം കിട്ടിയത്. അതെങ്ങനെ വെക്കണം? അയ്യോ, എങ്ങനെ വലിച്ചു വാരി നിലത്തൊന്നും ഇട്ടാന്ന് ഞങ്ങളുടെ വീട്ടിലെ തിന്നൂല. അത് ഭയങ്കര VIP ആടി. ടേബിളിന്റെ പൊക്കത്ത് കേറിയിരുന്നേ തിന്നു. ഞാൻ എന്തായാലേ വിഷം വെച്ചിട്ട് ഞാൻ വിളിക്കാം കേട്ടാ. ശരിയടി, ശരി. നാശം പിടിച്ചെലി, നിന്നെ ഞാൻ ശരിയാക്കി തരാം. എന്റെ അടുത്ത വേഷം കെട്ട് ഇന്ന് ഞാൻ അതിനെ കൊല്ലും. എന്റെ ദൈവമേ, ഈ നാശം പിടിച്ച എലി, ഇതിനെ ഞാൻ ഇനി വേഷമൊന്നും വെക്കേണ്ടി വരൂല. ഇതിനെ ഞാൻ വല്ല തല്ലി കൊല്ലേണ്ട അവസ്ഥയാ. ഈ നാശത്തിന് ഞാൻ ഇന്ന് അയ്യോ അച്ഛൻ. എടി അടിയോ അയ്യോ അച്ഛേ ഒക്കെ നീ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്ത് പറയും? ഞാൻ അയ്യോ വെക്കാം, നീ അച്ഛാന്ന് വിളിച്ചോ. അയ്യോ അച്ഛൻ എപ്പോ വന്നു?
ഒരയ്യോ കേട്ടില്ലേ അത് ഞാനായിരുന്നു. ചിരിക്കടി തമാശയല്ലേ. അല്ല അച്ഛ, അച്ഛൻ എന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ട്? എടി, മുന്നറിയിപ്പും കൊണ്ട് വരാൻ ഞാൻ എന്താ ഇടിമിന്നലാണോ? ചിരിക്കടി. അച്ഛൻ ഇടിമിന്നലല്ലോ, ഇടിവെട്ടല്ലേ. എന്ത് വളിച്ച കോമഡി അച്ഛ. എന്താണ് ഈ കോമഡിക്ക് കുഴപ്പം? നിനക്കറിയാലോ, ഞാൻ വീട്ടിലിരുന്ന് ഹാസ്യോൽപാദനം നടത്തി ഹാസ്യ രചനകള് ഭാര്യയെ അയച്ചു കൊടുത്തിട്ട് അവരയച്ചു തരുന്ന കാശ് കൊണ്ടാണ് ഈ നിന്നെയും ഇളയത്തുങ്ങളെയും വളർത്തിയത്. എന്റെ അച്ഛൻ എന്താ ഒരു വിവരമില്ലാണ്ട്? അത് കൊള്ളാം. എനിക്കാണോ വിവരമില്ലാത്തത്? ഞാൻ പറയുന്ന വിവരക്കേടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നിനക്കല്ലേ വിവരമില്ലാത്തത്? അച്ഛ അതല്ല, അച്ഛൻ എന്താ ഒരു വിവരവും വിളിച്ചു പറയാണ്ട് വന്നേന്ന്. ആരോട് പറയാൻ? അതിന് ആർക്കാ വിവരം? ഇവിടെ ഉള്ളത് ആരാ? ഒരു വിവരമില്ലാത്ത അച്ഛനും വിവരമില്ലാത്തതിന്റെ ഭർത്താവും. അച്ഛാ, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അകത്ത് പോയി ചായ എടുത്തോണ്ട് വരാവേ. നീ പോയി എടുത്തോണ്ട് വരണ്ട വരും, അല്ലാതെ ചായ നടന്നു വരത്തില്ല. നല്ല തമാശ. അയ്യോ, അങ്ങനെ ചിരിച്ചു പോ, അല്ലെങ്കിൽ കോമഡി ഒളിച്ചു പോകും. അല്ല, ഇതാരായി വന്നിരിക്കുന്നേ? മനസ്സിലായില്ല? അഭിഷേക് ബച്ചൻ. അതെ, അമിതാഭ് ബച്ചൻ അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ റായി കൊണ്ട് ഒന്നുകൂടെ കെട്ടിക്കും. അത് നല്ല ഹാസ്യം. ഇങ്ങനെയുള്ള ഹാസ്യ ശകലങ്ങൾ കേൾക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അയ്യോ, സിനിയുടെ അച്ഛൻ. അച്ഛൻ ഒറ്റയ്ക്കാ വന്നേ? ഇല്ലടാ, മറ്റേ ചിരഞ്ജീവി പ്രവാസം ഒക്കെ പുറത്ത് നിപ്പണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമല്ല അച്ഛൻ ഇവിടെ വരുന്നത്. അതെ. അച്ഛൻ എന്തായാലും ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോയാൽ മതി. കൊച്ചാട്ടൻ കേട്ടോ, കൊച്ചാട്ടൻ ഒരാഴ്ച നിന്നിട്ട് പോണോന്ന്. ഒരാഴ്ചയൊക്കെ അങ്ങനെ നിപ്പ് നിന്ന് കഴിച്ചാൽ കാല് കിടക്കത്തില്ലേ? അമ്മയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അമ്മയൊക്കെ ചിലപ്പോഴൊക്കെ താഴ്ത്തിരിക്കും, ചിലപ്പോഴൊക്കെ കസേരയിലിരിക്കും, ചിലപ്പോഴൊക്കെ നിലത്ത് കുത്തിയിരിക്കും. അവനെ കൊണ്ട് സംസാരിപ്പിക്കാതെ എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് കൊടുക്കണം. അച്ഛാ, കേക്ക്. കേക്ക് കേക്കാം മരുമോനെ, കേക്കാം പറഞ്ഞു. തോൽവിയായപ്പോല്ലോ. അച്ഛാ, വിശക്കുന്നെങ്കിൽ കഴിക്കാൻ കേക്ക് ഇരിപ്പുണ്ട്. കേക്ക് വേണ്ട, കേക്ക് വേണ്ട, കേക്ക് ഷുഗറാ. എന്നാ തിന്നണ്ട. അല്ലല്ല, നിങ്ങൾ ഒരെണ്ണം കഴിച്ചേക്കാം. വേണ്ട, നിർബന്ധമില്ല. അല്ലല്ല, നിങ്ങൾ നിർബന്ധിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കും. കഴിക്കേ നിർബന്ധിച്ച് ഞാൻ തന്നെ ഒരെണ്ണം അങ്ങ് എടുത്ത് കഴിക്കും. ഒരെണ്ണം കൊച്ചാട്ടൻ കഴിക്കും. എനിക്ക് വേണ്ട ചേട്ടാ. ആയിക്കോച്ചേട്ടാ, എനിക്ക് വേണ്ട ചേട്ടാ. ആയിക്കോച്ചേട്ടാ, എനിക്ക് വേണ്ട ചേട്ടാ. വേണ്ട ചേട്ടാ. കഴിക്കും, നല്ല കേക്കാ. കഴിക്കടാ. എന്നെ ഭയങ്കര പേടിയാവും. നിങ്ങൾ കോമഡി പറയുമെന്ന് പേടിച്ചിട്ടാ. എന്തുവാ? ഒന്നുമില്ല. സിനിയുടെ അച്ഛന്റെ കാലയപ്പം എലി കടിച്ചേനെ. അവന്റെ കാലയിലല്ല, അവന്റെ വായിലാ കടിക്കേണ്ടത്. ഇങ്ങോട്ട് പറഞ്ഞേ. അച്ഛാ, ചായ എടുക്ക്. എന്താന്ന്? ചായ എടുക്കച്ചാ. ചായ? ഏട്ടാ, ചായ എടുക്കേട്ടാ. വാങ്ങിച്ചു കുടിച്ചോടാ. ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന സൗഭാഗ്യമാടാ. കുടിച്ചോ. അച്ഛാ, ചായ. ഞാൻ പോയിട്ടെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അച്ഛൻ കഴിച്ച്. അച്ഛൻ കേക്ക് കഴിച്ച്. അച്ഛൻ കേക്ക് കൊണ്ടുവന്നാ? കേക്ക് കൊണ്ടുവന്നോ? ഞാൻ കൊണ്ടുവന്നില്ല. ഇവിടെ ഇരുന്ന കേക്കാണ്ടേ? ഓ, ഇവിടെ ഇരുന്ന കേക്കല്ലേ? ഓ, നല്ല കേക്കായിരുന്നല്ലേ അച്ഛാ? നല്ല സൂപ്പർ. നല്ല മധുരം ഉണ്ടായിരുന്നു. കേക്കിലല്ലേ ഞാൻ വിഷം വെച്ചത്. അയ്യോ, അച്ഛനാ കേക്ക് കഴിച്ചാ? ഞാൻ കഴിച്ചു. എപ്പോഴേ കഴിച്ചു? കഴിച്ചു. ഏട്ടനാ കേക്ക് കഴിച്ചാ? സിനിയാണ് സത്യം ഞാൻ കേക്ക് കഴിച്ചു. അയ്യോ, എന്റെ അച്ഛനാ കേക്ക് എടുത്ത് കഴിച്ചാ? ഇല്ല മോളെ, ഞാൻ എടുത്ത് കഴിച്ചില്ല. പിന്നെ ഞാൻ തന്നെ നിർബന്ധിച്ചപ്പോ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചാ. അയ്യോ, എന്താ പ്രശ്നം? കാര്യം റെഡി. ഒന്നുമില്ല. അയ്യോ, ചേട്ടാ, ആംബുലൻസ് വിളിക്കേട്ടാ. അച്ഛനെന്താ പറ്റി? ചേട്ടാ, ആംബുലൻസ് വിളി. അച്ഛാ, അയ്യോ, ചേട്ടാ നോക്കിക്കട്ടെ. ഓ, 8 മണിക്കൂറെണ്ണം കയറി ഇരുന്നതാ. പാട് വിട്ട് ഇപ്പൊ പുറത്തോട്ട് പോയി. വെറുതെ ഈ പെണ്ണ് പേടിപ്പിച്ചു മനുഷ്യനെ. പേടിപ്പിച്ചോ? ആ, അല്ല പിന്നെ ഈ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കുന്ന പരിപാടി ഒന്നും ചെയ്തു. ഇല്ലേട്ടാ. അയ്യോ, എന്റെ അച്ഛനെന്താ പറ്റി? ആംബുലൻസ് വിളിക്കേട്ടാ. അച്ഛനെന്താ പറ്റിയേ? ആംബുലൻസ് വിളിക്കേട്ടാ. അച്ഛാ, ആംബുലൻസ് ഒന്നും വിളിക്കണ്ട. തെറ്റിയല്ലാണ് സേഫ്റ്റി പിന്നൊന്നും നോക്കുന്നത്. ആവശ്യമില്ലാത്തോടത്തൊക്കെ കുത്തി കയറി. ഇപ്പോഴത്തെ പ്രേതബാധ കൂടിയോ? ഇവിടെ കാര്യം എന്താ തുറന്നു പറ. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്നെ ചീത്ത പറയരുത്. ഇല്ലല്ല, നമ്മുടെ കാര്യം പറ. ഇവിടെ ഇരുന്ന കേക്കില്ലേ, അതിലൊരു കേക്കിനകത്ത് ഞാൻ എലിവിഷം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ നിങ്ങളിൽ ആരാ കഴിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു ഇത്തിരി അകത്ത് പോയാ മതി, 10 മിനിറ്റിനുള്ളിൽ ആള് തീരും. അച്ഛനാണോ? വന്ന് മോളെ, അച്ഛനോട് മോള് ക്ഷമിക്കണം. ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? അല്ലല്ല മോളെ, നോക്കട, അമ്മ അറിയാതെ അച്ഛൻ ഇടുക്കിയിലൊരു ബന്ധമുണ്ട്. അതിലൊരു പെൺകുട്ടിയുണ്ട്. ഞാൻ മരിച്ചു പോയാൽ ആ കുട്ടിയെ നീ അനിയത്തിയെ പോലെ നോക്കണം. അമ്മയോട് അച്ഛൻ മാപ്പ് ചോദിച്ചെന്ന് പറഞ്ഞു തരിക.
മോളെ അച്ഛാ, അച്ഛാ പറ. അച്ഛനോട് ക്ഷമിക്കടി, അച്ഛനോട് ക്ഷമിക്ക്. ഈ കല്യാണം കഴിഞ്ഞു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ നിന്റെ 5 മാല 4 മാല കാണാതെ പോയില്ലേ, അത് വോട്ടിട്ട് മുട്ടടിച്ചത് ഈ അച്ഛനാടി. അച്ഛാ, ക്ഷമിക്കടി. അച്ഛാ, അച്ഛനെല്ലാം തട്ടിപ്പോയ അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. അയ്യോ ഏട്ടാ, ഇവിടുന്ന് തടവിത്ത ഏട്ടാ, ഞാൻ മിക്കവാറും മരിക്കും. പറ ഏട്ടാ. മരിക്കുന്നതിനും എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്. എനിക്കൊരു ഉമ്മതാ ഇവിടെ. ഏട്ടാ, അന്ത്യചുംബനം തന്നാ പോരെ ഏട്ടാ. അങ്ങനെ ജീവനോടുള്ളപ്പോ ഒരു ഉമ്മ തരില്ല കേട്ടാടി. ഓ എനിക്ക് വയ്യേ. അയ്യോ, എന്റെ ഏട്ടനും മരിക്കാൻ പോകുന്നു, എന്റെ അച്ഛനും മരിക്കാൻ പോകുന്നു. ഇനി നീ ഈ വിഷം ഈ വീട്ടിൽ വേണ്ട. അയ്യോ, സുനി. എന്താച്ചാ? എന്താന്നാ പറഞ്ഞേ? അച്ഛൻ ഞാനിപ്പോ നിങ്ങൾക്ക് തന്ന എലി വിഷമില്ല, അത് ഇതാണ്. ഇതാണോ? ആ, അയ്യോ, അപ്പൊ ഇതിനകത്തുണ്ടായിരുന്നാണോ ഞങ്ങൾ തിന്നത്? ആ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും പേടിക്കണ്ട, നമ്മളത് ചാവത്തൊന്നുമില്ല. അതെ, കഴിഞ്ഞ ആഴ്ച ഇതിനകത്തിരുന്ന സാധനം ഗ്യാസ് മിഠായിന്ന് പറഞ്ഞ് ഞാനെടുത്ത് വിഴുങ്ങിയായിരുന്നു. അച്ഛനോ? അയ്യോ, എന്നിട്ട് നീ വഴക്ക് കുറയൊന്നും പറഞ്ഞ് ഞാനതിനകത്ത് അരിമാവ് കുഴച്ച് ഉരുട്ടി ഇതിനകത്ത് വെച്ചായിരുന്നു. ഇതിനകത്ത് അരിമാവായിരുന്നോ? അല്ല, അപ്പൊ അച്ഛൻ ഈ ഗുളിക കഴിച്ചിട്ട് അച്ഛനൊന്നും പറ്റിയില്ല? എനിക്കൊരു കുഴപ്പമില്ല. എന്തോ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, അയ്യോ മോളെ, എലി കടിച്ചു മോളെ, എലി കടിച്ചു മോളെ. അയ്യോ, 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 മരുന്ന്. അയ്യോ, തുണി താ അച്ഛാ. എലി കടിച്ചു. അയ്യോ, നോക്കി നിൽക്കട്ടെ, എലിനെ പോയി പിടിക്കും അച്ഛാ. അയ്യോ, അച്ഛാ. ഇല്ല അച്ഛാ, ഒന്നും കുഴപ്പമില്ല. പൊക്കലിന് ചുറ്റും അത്തപ്പൂടേണ്ടി വരും. മിറക്കിൾ, സുനി, മിറക്കിൾ. എലി ചത്ത്. നിങ്ങൾ കൊന്നാ? ഞാൻ കൊന്നില്ല. അച്ഛനെ കടിച്ച എലി അവിടെ രക്തശബ്ദിച്ച് ചത്ത് കിടക്കുന്നു. എലി രക്തം ഛർദ്ദിച്ച് ചത്തു കിടക്കണം. എന്റെ ദൈവമേ, എലിവിഷം മുഴുവൻ കയറ്റി ഇയാള് പുലി പോലെ നിൽക്കുന്നു. ഇയാളെ കടിച്ച എലി ചോര ഛർദ്ദിച്ച് മരിച്ചു. എല്ലാ കാളെ കൂടെ വിഷമാണോ തന്റെ ശരീരത്തിനകത്ത്? ഇത് ശരീരത്തിന്റെ പവറല്ല, ദിസ് ഈസ് മൈൻഡ് പവർ. അയ്യോ അച്ഛാ. അച്ഛാ, ആംബുലൻസ്.